ഇന്ന് നമുക്ക് കത്രിക്ക വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കി നോക്കാവേ. നമുക്കിത് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന പാകത്തിലാണ്. അതിനൊരു കത്രിക്ക എടുക്കുക. അത് നമുക്ക് നാലായിട്ട് മുറിച്ച്, ചെറിയ കത്രിക്കയാണെങ്കിൽ നമുക്കിതുപോലെ നാലായിട്ട് മുറിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇച്ചിരി വലിയ കഷ്ണത്തിൽ ഇത് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം, അതിൻ്റെ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം നമുക്കൊരു പാൻ എടുക്കാം. കറിച്ചട്ടി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്കതിലേക്ക് ഈ കത്രിക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, ഇവിടെ കളറെല്ലാം നല്ല ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ. അതിനുശേഷം ആ പാനിൽ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉലുവ മതി. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം നമുക്കിട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട തക്കാളിക്കാണ്. തക്കാളിക്കായും കൂടെ നമുക്കൊരു ഒരെണ്ണം, ഒരു മീഡിയം സൈസ് നമുക്ക് തക്കാളിക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് പുളി, ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. ഇത് സവാളയും തക്കാളിക്ക് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ എല്ലാം റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് തണുക്കാൻ വെക്കാവേ. തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അധികം ഇഞ്ചി വേണ്ട, നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സവോള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുളി, ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറുകിയിരിക്കുന്ന പരുവാണ്, നന്നായി കുറുകിയ പരുവാണ്. ഈ സമയം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിള വരുന്ന സമയത്തേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കത്രിക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. കത്രിക്ക ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വീണ്ടും തിളയ്ക്കാൻ വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. അത് കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം.
കറി റെഡി ആയിട്ടുണ്ട്. ഒരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ പരുവാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക.